നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. സംസ്കാരം നാളെ കോഴിക്കോട് കോട്ടുളി. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേശീയപാത ചെന്നാപ്പിനിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കയ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ചാലക്കുടി മുരിങ്ങൂർ അഴിപ്പാതയ്ക്ക് സമീപം പുതിയതായി പണി കഴിപ്പിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. മേഖലയിൽ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ കടത്തിവിടുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. ഭൗതികദേഹം തൃശൂർ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചു. ആത്മീയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പിതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത്. രാവിലെ 11:30 തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് കബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം നടന്നു. മാർ ബോസ്കോ പുത്തൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, നിലവിൽ 1ാം ഘട്ട കബറടക്ക ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് വിലാപയാത്ര? ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രമപ്പെട്ടിരിക്കുന്നത്? കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നഗരി കണ്ണീരോടെ വിടചൊല്ലുകയാണ്. വ്യാകുല മാതാവിന്റെ അതായത് പുത്തൻപള്ളിയിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി പുത്തൻപള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണക്കാരുണ്ട്, വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി പുത്തൻപള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്ന ഒരു പിതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്കിവിടെ പുത്തൻപള്ളിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ധാരാളം സ്ത്രീകളും കുട്ടികളും ഒക്കെ പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 3:30 വരെ ഇവിടെ പൊതുദർശനമുണ്ടാകും. 3:30-ക്ക് ശേഷമായിരിക്കും ഭൗതികദേഹം വിലാപയാത്രയായി ലൂർദ് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അതിനു മുമ്പ് നിരവധി പ്രമുഖർ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശനെത്തി അന്തിമോപചാരം അർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജേക്കബ് തൂങ്കുഴി പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. വിലാപയാത്രയായി ലൂർദ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതികദേഹം അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. അവിടെയും 5 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ലൂർദ് പള്ളിയിൽ നടക്കും. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകും. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണേനാടൻ എന്നിവർ വൈകിട്ട് നടക്കുന്ന ശുശ്രൂഷകളിൽ സഹകാർമ്മികരാകും. ലൂർദ് പള്ളിയിൽ തന്നെയായിരിക്കും ഇന്ന് ഭൗതികദേഹം ഉണ്ടായിരിക്കുക. നാളെ രാവിലെ 9:30 വരെ അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 9:30-ക്ക് കബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ലൂർദ് പള്ളിയിൽ ആരംഭിക്കും. സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ഈ ശുശ്രൂഷ ആരംഭിക്കുക. 10-ന് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരിക്കും. തുടർന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും സംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടവും ലൂർദ് പള്ളിയിൽ ആരംഭിക്കും. മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസഫ്
മാർ ജോസഫ് പെരുന്നേടം അടക്കമുള്ളവർ ഈ അനുസ്മരണ സന്ദേശം നൽകാൻ ലൂർദ് പള്ളിയിൽ നാളെ രാവിലെ ഉണ്ടാകും. നിരവധി ബിഷപ്പുമാർ ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. 27ഓളം ബിഷപ്പുമാർ ഈ ശുശ്രൂഷകളുടെ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെ ലൂർദ് പള്ളിയിൽ ശുശ്രൂഷകൾ നടക്കും. 1 മണിക്കായിരിക്കും ലൂർദ് പള്ളിയിൽ നിന്ന് ഭൗതികദേഹം കൊണ്ടുപോകുക. അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ശേഷമായിരിക്കും ലൂർദ് പള്ളിയിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുക. കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയ ജോസഫ് പള്ളിയിലാണ് പൊതുദർശനമുള്ളത്. അതിനുശേഷമായിരിക്കും വൈകിട്ട് 6 മണിക്ക് സമൂഹത്തിന്റെ കൊണ്ടുപോകുക. ശുശ്രൂഷകൾക്ക് ശേഷം വൈകിട്ട് 6 നടക്കും. ഈ രീതിയിലാണ് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ശരി ലിബീഷ്, ഭൗതികദേഹം തൃശൂർ വ്യാകുല മാതാവിൻ ബസിലിക്കിൽ പൊതുദർശനത്തിന് വെച്ചു. ആത്മീയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നിരവധി പേരാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയാണ്. രാവിലെ 11:30 തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് കബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം നടന്നു. മാർ ബോസ്കോ പുത്തൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്. മറ്റു വാർത്തയിലേക്ക്. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം. ഇരട്ടപ്പുഴ കണ്ണമ്മൂട് ഹെവൻലി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ ഷഹാർബിന്റെ വീട്ടിലാണ് സംഭവം. ഷഹർബിന്റെ മകളാണ് ഫ്രിഡ്ജിൽ തീ പിടിക്കുന്നത് കണ്ടത്. ഷഹർബിന്റെ 80 വയസ്സുള്ള കിടപ്പ് രോഗിയായ മാതാവിനെ പുറത്തേക്ക് എത്തിച്ചു. ഉടൻ ഉഗ്രശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടിന്റെ ചുമരിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ മറ്റ് സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ ഒരു 3 മണി 2:45 സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ മോൾക്ക് ഉണർച്ച വന്നതാണ്. അപ്പോൾ മോൾക്ക് ഉണർച്ച വന്ന് നോക്കിയപ്പോൾ അകത്ത് വിളിച്ചു. അപ്പോൾ അവൾ എനിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കത്തുന്നു. അപ്പോൾ അവൾ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഫ്രിഡ്ജ് കത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ചെടുപ്പിച്ചു. അപ്പോഴേക്കും ഞാനും ഉമ്മാനെ താങ്ങിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനും ഉമ്മയും കൂടി വാതിലിൻ്റെ അവിടെ വീണ് ഉമ്മാനെടുത്തിട്ട് കൊന്തറിയില്ല. ഉമ്മ നടക്കാനൊന്നും വയ്യാതെ തളർന്ന് കിടക്കുന്ന ആളാണ് ഉമ്മ. എന്നിട്ട് അപ്പോഴേക്കും ആൾക്കാരൊക്കെ എല്ലാവരും അയൽവാസികളൊക്കെ വന്ന് എല്ലാവരും വന്നിട്ട് ഉമ്മാനെ കൊണ്ടുപോയി താഴത്തേക്ക് ഞങ്ങളെല്ലാവരും പോയി. ഇവിടെ പുറത്ത് കടന്നുകൊണ്ടെത്തുമ്പോഴേക്കും ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അപ്പോൾ തന്നെ അവരെല്ലാവരും ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സും KSBക്കാരൊക്കെ വന്ന് തീയണച്ച് എല്ലാം ചെയ്ത് തന്നത്. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കൈപ്പമംഗലം സ്വദേശി ചൂലൂക്കാരൻ 89 വയസ്സുള്ള സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. CJ സെയ്ദ് മുഹമ്മദ് സഞ്ചരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോട്ടിലേക്ക് വീണ CJയുടെ ദേഹത്തുകൂടെ ടിപ്പർ ലോറി കയറി ഇറങ്ങുകയായി. ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞു. തൃശൂർ എറണാകുളം റൂട്ടിൽ മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് എതിർവശത്തായിരുന്നു മണ്ണിടിഞ്ഞത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് 7 അടിയോളം ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. 20 മീറ്ററോളം ഇടിച്ചിൽ സംഭവിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. ഇതേ തുടർന്ന് ഗതാഗത സ്തംഭനവും രൂക്ഷമായി. മണ്ണിടിഞ്ഞ ഭാഗത്തടക്കം കാനയുടെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു.
ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരിക്കുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് നാളെ പുനരാരംഭിച്ചേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ എ. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി. മേനോൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ വ്യക്തമാക്കൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം അവിണിശ്ശേരിയിൽ നടന്നു. അവിണിശ്ശേരി പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി സുരേഷ് ഗോപി പറഞ്ഞു. വികസന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയായതിനാലാണ് എയിംസ് ആലപ്പുഴയിൽ വരണമെന്ന് പറഞ്ഞത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിനെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരും. കേന്ദ്രത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് മലമ്പുഴയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിക്ക് തൃശൂരിൽ ചികിത്സ. അകമലവാരം ചേമ്പറയിലെ പറമ്പിലാണ് 1 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺപുലിക്കുട്ടിയെ കണ്ടെത്തിയത്. വലവെച്ച് പിടികൂടിയ പുലിക്കുട്ടിക്ക് പുത്തൂരിലാണ് ചികിത്സ നൽകുന്നത്. പുലിക്കുട്ടി ആഹാരം കഴിക്കുന്നതായും കാലിന് പരിക്കുള്ളതിനാൽ നാളെ എക്സ്റേ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുന്നംകുളം തിരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ കസ്റ്റഡിയിലെടുത്തു. തിരുത്തിക്കാട് ബണ്ടിന് സമീപം ഇന്നലെ വൈകിട്ടാണ് സംഭവം. കീഴൂർ സ്വദേശി അതുലിനാണ് പരിക്കേറ്റത്. തിരുത്തിക്കാട് സ്വദേശികളായ 3 പേർ ബൈക്കിൽ പോകുന്നതിനിടെ കീഴൂർ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നവരുമായി നടന്ന വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കീഴൂർ സ്വദേശികളായ ആദിത്യൻ, അതുൽ, മോഹൻദാസ്, ഭവദാസ്, വിഷ്ണു, ലിബിൻ, അതുൽ എന്നിവരും തിരുത്തിക്കാട് സ്വദേശികളായ പ്രണോയ്, ആദർശ്, നന്ദു എന്നിവരും തമ്മിലാണ് സംഘർഷം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 98ാമത് മഹാസമാധി ആചരിച്ചു. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വൈദിക യോഗത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജ, സമൂഹാർച്ചന, പ്രഭാഷണം, ധ്യാനം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ഡോക്ടർ TS വിജയൻ ഗുരുപദം സമാധി ദിന സന്ദേശം നൽകി. മന്ത്രഹീനം ഭഗവാന്റെ ആയ വിജയത്തിൽ തുടങ്ങി സമർപ്പിക്കുക. അതിന് ചാലക്കുടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ സമാധി ദിനം ആചരിച്ചു. കുടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സമാജം സെക്രട്ടറി AT ബാബു, SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മനോജ് പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര മേൽശാന്തി K ബാബുലാലിൻ നേതൃത്വത്തിൽ സമാധി ദിനാചരണ പൂജകൾ നടത്തി. ഗുരുദേവ കൃതികളുടെ പാരായണം, അഖണ്ഡന ജപം, പ്രാർത്ഥന എന്നിവയും നടന്നു. ശുദ്ധിഹേതവേ നാരായണയേന്ദ്രായ തസ്മൈ ശ്രീക്രായ മമദാരഹിതാത്മനെ നാരായണ. SNDP യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം സമൂഹ പ്രാർത്ഥനയും ഉപവാസവുമായി ആചരിച്ചു. തൃശൂർ തെക്കേ ഗോപുര നടയിൽ നടന്ന ചടങ്ങ് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, മോഹൻ കുന്നത്ത്, TR രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ആദ്യമായി അരങ്ങേറിയ പിക്കിൾ ബോൾ ടൂർണമെന്റിന് ആവേശകരമായ പ്രതികരണം. പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേർ ടൂർണമെന്റിന്റെ ഭാഗമായി. രാജ്യത്ത് അതിവേഗം വളരുന്ന കായിക വിനോദമായ പിക്കിൾ ബോൾ തൃശൂരിന്റെ കോർട്ടിലുമെത്തി. പുഴയ്ക്കൽ കിണറ്റിങ്കൽ ടെന്നീസ് അക്കാദമിയിൽ നടന്ന ജില്ലയിലെ ആദ്യ ടൂർണമെന്റിൽ 100-ലേറെ പേർ കളത്തിലിറങ്ങി. പിക്കിൾ ബോൾ ആരോഗ്യത്തിനും ആനന്ദത്തിനും എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷനും തൃശൂർ ടെന്നീസ് ട്രസ്റ്റും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഗീവർ സക്കറിയ, വൈസ് പ്രസിഡന്റുമാരായ കെന്നി പാപ്പു, ഫ്രാൻസിസ് തറയിൽ, സെക്രട്ടറി ഡാനിയൽ ഡേവിസ്, തൃശൂർ ടെന്നീസ് ട്രസ്റ്റ് സെക്രട്ടറി അംജാദ് ഷഹീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ അതിവേഗം പ്രചാരം വർദ്ധിച്ചു വരുന്ന ഗെയിമാണ് പിക്കിൾ ബോൾ. രാജ്യത്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത 60,000-ഓളം കളിക്കാരുണ്ട്.
വിനോദത്തിന് വേണ്ടി കളിക്കുന്നവർ അതിന്റെ 10 മടങ്ങ് വരും. കേരളവും ഒട്ടും പിന്നിലല്ല. ഇക്കൊല്ലം സംസ്ഥാനത്ത് 3 ടൂർണമെന്റ് നടന്നു കഴിഞ്ഞു. പിക്കിൾ ബോളിന്റെ ജനപ്രീതിക്ക് പല കാരണങ്ങളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കളത്തിലിറങ്ങാനാകും. അതുകൊണ്ട് തന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശികളും പേരക്കുട്ടികളുമായി കളിക്കുന്നത് സാധാരണയാണ്. പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അരമണിക്കൂർ പരിശീലിച്ചാൽ സാമാന്യം നന്നായി കളിക്കാം. നല്ല വ്യായാമം നൽകുന്ന ഈ കളി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രയോജനപ്പെടും. കളി ഉപകരണങ്ങൾക്ക് വലിയ ചിലവില്ല. ഇൻഡോർ കോർട്ട് വേണമെന്നില്ല. ചെറിയ സ്ഥലം മതിയാകും. ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ അതേ വിസ്തീർണമാണ് പിക്കിൾ ബോളിനും വേണ്ടത്. ടെന്നീസിനെ പോലെ താഴ്ത്തി കെട്ടിയ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നടുക്ക് 34 ഇഞ്ചും വശങ്ങളിൽ 36 ഇഞ്ചും പൊക്കമുണ്ടാകും. ടെന്നീസ് ബോളിനേക്കാൾ വലിപ്പമുള്ള നിറയെ ദ്വാരങ്ങളുള്ള പ്ലാസ്റ്റിക് ബോളുകളാണ് പിക്കിൾ ബോളിന്റേത്. പന്ത് തട്ടാനുള്ള റാക്കറ്റിനെ പാഡിൽ എന്ന് വിളിക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ടെന്നീസിന്റെയും ബാഡ്മിന്റന്റെയും ടേബിൾ ടെന്നീസിന്റെയും മിശ്രിതമാണ് ഈ കളിയെന്ന് പറയാം. എന്നാൽ പിക്കിൾ ബോളിന് മാത്രമായി ചില നിയമങ്ങളുണ്ട്. കിച്ചൺ നിയമം, ഇരട്ട ബൗൺസ് നിയമം, അണ്ടർഹാൻഡ് സെർവ് എന്നിവയാണ് അവയിൽ പ്രധാനം. 2 പോയിന്റ് വ്യത്യാസത്തോടെ ആദ്യം 11 പോയിന്റ് കിട്ടിയ ടീമാണ് വിജയിക്കുക. അപ്പോൾ എങ്ങനാ, പാടിൽ കയ്യിലെടുക്കുമല്ലേ? നമുക്ക് പറന്ന് കളിക്കാന്നേ. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV. പിഷാരോടി സമാജം സാഹിത്യ പുരസ്കാര സമർപ്പണവും പിഷാരോടി എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്കോളർഷിപ്പ് വിതരണവും തൃശൂരിൽ നടന്നു. കൗസ്തുംഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുളസീദളം സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും പ്രഭാഷകനുമായ PR നാഥന്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന് തുളസീദളം സർഗപ്രതിഭാ പുരസ്കാരം എഴുത്തുകാരൻ രാജഗോപാൽ ആനയത്തിന്, തുളസീദളം ചീഫ് എഡിറ്റർ AP സരസ്വതിയും സമർപ്പിച്ചു. പിഷാരടി സമാജം പ്രസിഡന്റ് A രാമചന്ദ്ര പിഷാരടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP ഹരികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KP മുരളി, VP മധു, രാജൻ A പിഷാരടി, പുരസ്കാര ജേതാക്കളായ PR നാഥൻ, രാജഗോപാൽ ആനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ ചില അപഗ്രഥനങ്ങളും ചെറിയ പ്രകടനവും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി നടത്തുന്ന മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തിങ്കളാഴ്ച ചാവക്കാട് സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അരവിന്ദൻ പല്ലത്ത്, കൺവീനർ KJ ജലീദ് എന്നിവർ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30 ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി സ്വീകരണവേദിയായ താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് സന്ദേശയാത്ര എത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. 15 കാസർഗോഡ് നിന്ന് തുടങ്ങിയ സന്ദേശയാത്ര 27 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും. KPSTA ഭാരവാഹികളായ KK ശ്രീകുമാർ, TU ജെയ്സൺ, CJ റൈമണ്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാനസികാരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിയായ കേൾക്കാം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവന്റീവ് ഡോക്ടർ ടിജു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാഗസിൻ കവർ പേജിന്റെ പ്രകാശനവും വീഡിയോ ലോഞ്ചിങ്ങും കേൾക്കാം കൗൺസിലേഴ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. 080-699-65050 എന്ന കേൾക്കാം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനം ഡോക്ടർ ടിജു തോമസ് നിർവഹിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈക്കോളജിസ്റ്റും പ്രത്യാശ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ
ഡോക്ടർ ടോം എം ജോസഫ്, നടനും സംവിധായകനുമായ ടോം ഇമ്മട്ടി, സീനിയർ സോളിസിറ്റർ ഫ്രാൻസിസ് മാത്യു, സുഭാഷ് ചന്ദ്രൻ, വി റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി UK കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള 1000-ലധികം വരുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൈകോർത്തുകൊണ്ടാണ് കേൾക്കാം എന്ന പേരിൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഗ്ലോബൽ മലയാളി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ 130ഓളം വരുന്ന കേൾക്കാം കൗൺസിലേഴ്സ് ബാഡ്ജ് സ്വീകരിച്ച് പ്രതിജ്ഞ എടുത്തു. നിങ്ങളെ കേൾക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000ഓളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേൾക്കാം എന്ന ഈ പ്രൊജക്റ്റിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണ്. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ വിവിധ സൈക്കോളജി കോഴ്സുകളിൽ പഠനം പൂർത്തീകരിച്ച 100ഓളം വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത്. മികച്ച പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡും പ്രത്യാശയുടെ ബെസ്റ്റ് സ്റ്റാർ പെർഫോമർ അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ കൂപ്പണിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനവും നൽകി. പ്രത്യാശ ഫൗണ്ടർ ഡയറക്ടറും ബ്രിട്ടീഷ് സൈക്കോളജി അസോസിയേറ്റ് ഫെലോയും അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ മെമ്പറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, വിശിഷ്ടാതിഥികളായ IGNet ചെയർമാൻ K. ഷൈൻ, CTDS ചെയർമാൻ സുധീർ ബാബു, IITS സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അജയ് സെബാസ്റ്റ്യൻ, പ്രത്യാശ സ്റ്റാഫ് പ്രതിനിധികളായ ഋതുവർണ, ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. മനഃശാസ്ത്ര പഠനത്തിനൊപ്പം മികച്ച പരിശീലനവും നൽകുന്ന പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ബിരുദ, ഡിപ്ലോമ, PG കോഴ്സുകൾ വിദഗ്ധരായ അധ്യാപകരുടെയും പരിശീലകരുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നു. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യാശയുടെ തന്നെ പ്ലേസ്മെന്റ് ഹബിലൂടെ ഇന്റേൺഷിപ്പ് സൗകര്യവും ലഭ്യമാക്കുന്നു. ഫാമിലി, ചൈൽഡ്, അഡൽട്സ് കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രത്യാശ സ്കൂൾ, കോളേജ്, സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും 18 വർഷമായി സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു പോരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വെർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പിയും പ്രത്യാശയുടെ പ്രത്യേകതയാണ്. ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വേണു, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ MP സാവത്രി ലക്ഷ്മണൻ, മനുഷ്യാവകാശ കമ്മീഷണർ അംഗം V ഗീത, ഫാദർ വർഗീസ് പത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരളവർമ്മ വായനശാല ഹാളിൽ ചേർന്ന യോഗം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ബിബിൻ P. ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KD ബാഹുലയൻ, NK പ്രമോദ് കുമാർ, അജിത് കുമാർ, സംഘം വൈസ് പ്രസിഡന്റ് P. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അത് എങ്ങനെയൊക്കെ അർത്ഥത്തിലും നികഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുകയാണ് നാട്ടിൽ. ഇപ്പൊ സഹകരണ ബാങ്കുകള്, പിന്നെ നാട്ടിൻപുറത്തെ ഒരുപാട് പ്രവർത്തികൾ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാരൂർ സ്മൃതി പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ K. കൃഷ്ണകുമാരി, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, നോവലിസ്റ്റ് സുനിത വിൽസൺ, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ജനകീയ കൂട്ടായ്മയായ പ്ലാന്റ്സിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഹരിത കൊയ്ത്ത് എന്ന പേരിൽ കർഷക സംഗമവും കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. പ്ലാന്റ്സ് കൂട്ടായ്മ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമരംഗത്തെ പുരസ്കാരത്തിന് TCV ക്യാമറമാൻ ഷിബി പോട്ടൂർ അർഹനായി. ഫൺ വിത്ത് മാവേലി എന്ന പരിപാടിയിലൂടെ മികച്ച വിനോദ പ്രോഗ്രാം ഡയറക്ടർക്കുള്ള പുരസ്കാരമാണ് ഷിബിക്ക് ലഭിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, AS ശ്രുതി, പ്രദീപ് ഉണ്ണി, പ്രജീഷ് ഭാസ്കർ തുടങ്ങിയവരെയും മാധ്യമ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഡയറക്ടർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡോക്ടർ നയന അർജുൻ PDS. മതിലകം ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മതിലകത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു മതിലകം സെന്ററിലേക്ക് വൈകിട്ട് 5 മണിക്കുമാണ് ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെ നീണ്ട നാളത്തെ ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാണ് മെഡിക്കൽ കോളേജിലെ ടോക്കൺ കൗണ്ടറിന്റെ അടുത്തുവരെ ബസ് എത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് E.T. ടൈസൺ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം വാർഡിൽ വാർഡ് വികസന സമിതിയുടെയും കുടുംബശ്രീ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സായ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി, ഗീതാറാണി, വികസന സമിതി അംഗങ്ങളായ TK ഹരിദാസൻ, സ്നേഹലത, സുധ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ് കൂടാതെ നമുക്കറിയാം 2020 ഞാൻ ഈ വാർഡിന്റെ നാട്ടിക പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KK, ജനപ്രതിനിധികളായ മണികണ്ഠൻ, റസീന ഖാലിദ്, സുരേഷ് ഹിയാനി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഇവരെ കണ്ടെത്താനായിട്ട് പണ്ടത്തെ കാലം അല്ല. പണ്ടൊക്കെ നമ്മൾ ഭിന്നശേഷിക്കാർ അത് എന്താ പറയാ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചേരമാൻ സുന്നി കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മിലാദ് ക്യാമ്പയിന് സമാപനം കുറിച്ച് ഗ്രാൻഡ് മൗലൂദ് സംഗമവും പൊതുസമ്മേളനവും നടന്നു. സംഗമത്തിൽ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ചേരമാൻ മഹൽ ഖത്തീബ് സലീം നത്തി ഉദ്ഘാടനം ചെയ്തു. ഇമാം അബ്ദുൾ അസീസ് നിസാമി മദ് റസൂൽ പ്രഭാഷണം നിർവഹിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് NA റഫീഖ്, ഹിഷാം അദ്നി, ഖാസിം സുക്കരി, ബഷീർ പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദീനിന്റെ സഹകാരികളായി സഹായികളായി പടപെടുത്താൻ നമ്മെ അത് പ്രചോദിപ്പിക്കുന്നു. എന്ത് ചെയ്താലും ആ മുഹമ്മദ് റസൂൽ എനിക്കുണ്ടാകണമെന്ന താല്പര്യമുണ്ടാകും. എന്തായിരുന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൂടുതൽ മെമു ട്രെയിനുകളും കോച്ചുകളും വേണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ദേശീയ സംസ്ഥാന പാതകളിലും മറ്റ് പ്രധാന റോഡുകളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും മൂലം റോഡ് ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഇക്കാരണത്താൽ ഒരുപാട് റോഡ് യാത്രികർ ഇപ്പോൾ തീവണ്ടികളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനിടയിൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ റെയിൽവേ കോച്ചുകൾ കുറയുന്നുണ്ട്. ആവശ്യമായ മെമു കോച്ചുകൾ അടിയന്തരമായി തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല സാഹിത്യകാരൻ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ബിനു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മണി, നാടക പ്രവർത്തകൻ ആദിത്യൻ, CJ ദാമു, സിനിമോൾ, അനീസ് മുഹമ്മദ്, വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ NH സാംസൺ എന്നിവർ സംസാരിച്ചു. സർഗാത്മക ശേഷിയെ കണ്ടെത്തുന്ന അത്യപൂർവമായ ഒരു ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാരംഗം
കലോത്സവത്തിലൂടെ വളർന്ന നിരവധി പ്രതിഭാശാലികൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാർ. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ പ്രതീകാത്മകമായി കാലണിയിറക്കി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. 3 വർഷമായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NV വിപിൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PM ശരത്, E അഭിജിത്ത്, സിബി ദീപക്, കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത്, PT ജയ്സൺ, TK വാസുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് തെരുവിലെ സമരവുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ റോഡിന്റെ പണി പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയുടെ ഭരിക്കുമ്പോൾ മണലാടി മുതൽ ഉത്തര ചെന്നൈ മലയാളീസ് അസോസിയേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് എഴുത്തുകാരനും മലയാള മിഷൻ തമിഴ്നാട് ചാപ്റ്റർ മുൻ സെക്രട്ടറിയുമായ കുമ്പളങ്ങാട് മങ്ങാട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അർഹയായി. 22-ന് ചെന്നൈ തങ്കം മാളികയിൽ നടക്കുന്ന നോക്മ ഓണാഘോഷ പരിപാടിയിൽ അവാർഡുകൾ സമ്മാനിക്കും. 40 വർഷത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് നോർത്ത് ചെന്നൈ മലയാളി അസോസിയേഷൻ ആജീവാനന്ദ സേവന പുരസ്കാരം ഉണ്ണികൃഷ്ണന് നൽകുന്നത്. സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. സംസ്കാരം നാളെ കോഴിക്കോട് കോട്ടൂരിൽ. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേശീയപാത ചന്ദ്രാപ്പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കൈപ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതുതായി പണി കഴിച്ച് സർവീസ് റോഡ് ഇടിഞ്ഞു. മേഖലയിൽ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ കടത്തിവിടുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.